മൈഫിൻ ടി വി പ്രസൻസ് ഈറ്റ് ഇന്ത്യ ഈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ്. മൈഫിൻ ടി വി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഡിഷ് ഉണ്ടാക്കി തരുന്നത് ഷെഫ് സൗജിത്ത് ആണ്. ഷെഫിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്ന് എന്ത് ഡിഷാണ് ഉണ്ടാക്കുന്നത്? ഇന്ന് നമ്മളുടെ ഒരു ഷെഫ് സ്പെഷ്യൽ ഡിഷാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷ് തന്നെ ഒരു ഷെഫ് സ്പെഷ്യൽ കോറമാൻഡൽ സൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത്. കോറമാൻഡൽ സൂപ്പ് അല്ലേ? നമ്മളായിട്ട് ബട്ടർ മെയിനായിട്ട്, പിന്നെ ഗാർലിക്, ഷാലറ്റ്സ്, കറി ലീവ്സ്, ഗ്രീൻ ചില്ലി, കോക്കനട്ട് മിൽക്ക്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ്? മെയിൻ ഇൻഗ്രീഡിയന്റ് കോക്കനട്ട് മിൽക്കാണ്. മിൽക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ ചിക്കൻ ഉണ്ടല്ലേ. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ഗാർലിക്കെല്ലാം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഇനി നമുക്ക് കുറച്ച് ഷാലറ്റ്സും കൂടി ചോപ്പ് ചെയ്യാം. ഭയങ്കര തിന്നായിട്ടാണല്ലേ? തിന്നായിട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന്. എത്ര ഉള്ളി എടുക്കണ്ടേ? ഇപ്പോൾ ഒരു 2 ഷാലറ്റ്സ് മതി. ഒരു സൂപ്പ് ആകുമ്പോൾ അത്രയും. പിന്നെ കറി ലീവ്സും നമുക്ക് ചോപ്പ് ചെയ്യണ ഒരു 4-5 കറി ലീവ്സ് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർക്കണമെങ്കിൽ. ഇത് ഷെഫ് തന്നെ കണ്ടുപിടിച്ച ഡിഷാണോ? ഷെഫ് തന്നെ. നമ്മൾക്ക് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമുക്ക് ചില ടേസ്റ്റുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നന്നായിരിക്കും എന്നൊക്കെയുള്ളൊരു ഐഡിയ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതൊക്കെ ചേർത്ത് അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അത് നമുക്കപ്പോൾ നമ്മളെ കൂടെയുള്ള കൊളീഗ്സ് അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം നമ്മൾ കഴിയുമ്പോൾ അവർ നല്ല അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഗസ്റ്റിന് നമ്മൾ സെർവ് ചെയ്യും. അപ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം ഗ്രീൻ ചില്ലിയും കൂടി നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ഗ്രീൻ ചില്ലി അല്ലേ? ഒരു ഗ്രീൻ ചില്ലി വേണ്ട, ലിറ്റിൽ ബിറ്റ്. അധികം സ്പൈസി അധികം ആവരുത്. കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാം. ചെറിയൊരു 1 പോർഷൻ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഗ്യാസ് കത്തിക്കാം. ഇനി ബട്ടർ ആണോ? കുറച്ച് ബട്ടർ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെ, ആദ്യം ഒരല്പം ബട്ടർ ആഡ് ചെയ്തിട്ട്. കുറച്ച് ബട്ടർ മതി അല്ല? ഇത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇത്ര ഒരു ഫുള്ളായിട്ടുള്ളൊരു ബണ്ണ് നമ്മൾ കൊടുക്കില്ല. പിന്നെ നമ്മളത് ഹാഫ് ആക്കിയിട്ട് ജസ്റ്റ് ബട്ടറിലൊന്ന് ജസ്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്യും. ആയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ആയിട്ടുണ്ട്. ബാക്കി കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത്. അപ്പോൾ കുറച്ചുകൂടി ഇനി ബട്ടർ ആഡ് ചെയ്യണം. ബട്ടർ അധികം ഹീറ്റ് ആവരുത്. അപ്പോൾ കളർ മാറും, കളർ ചേഞ്ച് ആവും. ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ജസ്റ്റ് ഒന്ന്. പിന്നെ ഇതിലേക്ക് എന്താ വേണ്ട? ഗാർലിക്. അപ്പോൾ ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്ത് കുറച്ച് ഗാർലിക് ആഡ് ചെയ്യാം. ഗാർലിക് ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് തന്നെയാണ്. അതെ. ഗാർലിക്കിന്റെ ടേസ്റ്റ് എപ്പോഴും ഇങ്ങനെ ഇതായിട്ട് നിൽക്കും അല്ലേ? ജസ്റ്റ് ഒന്ന് സോട്ട് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഷാലറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ബട്ടർ ആഡ് ചെയ്തൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് ഗാർലിക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ ഉള്ളിയും കൂടി ആഡ് ചെയ്യാം. അതൊന്നൊന്ന് ജസ്റ്റ് ഒന്നായി വന്നാൽ അല്ലേ? ജസ്റ്റ് ഒന്ന് സോട്ടായി. അതിലേക്ക് നമ്മുടെ ഗ്രീൻ ചില്ലി, കറി ലീവ്സ്. വളരെ കുഞ്ഞായിട്ടാണ് ഗ്രീൻ ചില്ലി ഒക്കെ. അതൊരു ചോപ്പ് ചെയ്യാന്ന് പറയുന്നത്. അതെ. കട്ട് നൈഫ് സ്കില്ല് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവണം. അത് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സൂപ്പാട്ടാ. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ. പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ. അതെ. ഇനി എന്താ വേണ്ട? ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനും വളരെ ചെറുതായിട്ട് ഫുൾ ഇടാനാ? വെരി സിമ്പിൾ ഡിഷാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. ചിക്കൻ ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരല്പം വെള്ളം.
വേണമെന്ന് പറയണേ? ലിറ്റിൽ മതിയോ? കുറച്ചും കൂടി അതെ, അപ്പോൾ ഒരല്പം കൂടി. ആ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ടല്ലേ? ചിക്കൻ ഒന്ന് ഇതാവും. ചിക്കൻ പെട്ടെന്ന് വേവും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചോപ്പിടല്ലേ, നൈസാണ്. നമുക്ക് തേങ്ങാപ്പാൽ. അപ്പോൾ ബട്ടർ ഒന്ന് ചൂടായി അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, ഉള്ളി, പിന്നെ പച്ചമുളക്, കറി ലീഫ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് അതിനുശേഷം അതൊന്നൊന്ന് റെഡിയായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചിക്കൻ കുറച്ച് വെള്ളം ഒഴിച്ചു, ജസ്റ്റ് സോട്ട് ചെയ്തു, കുറച്ച് വെള്ളം ഒഴിച്ചു, അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ. ഇതെങ്ങനെയാണോ, ഒന്നാം പാലാണോ അതോ രണ്ടാം പാൽ, അങ്ങനെ ഉണ്ടോ? ഞാനിപ്പോ ഇത് ഒന്നാം പാലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാം പാലിന്റെ ഒന്നും ആവശ്യമില്ല. അധികം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. തിളക്കാൻ പാടില്ല, അധികം തിളക്കണ്ട, പിന്നെ പാലത് പൊട്ടിപ്പോവും, പിരിഞ്ഞു പോവും. നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സീസണിങ്, നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ഓക്കെ. ഇത്രയുള്ള വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്താ ലാസ്റ്റ് എന്തെങ്കിലും ഗാർണിഷ് ഉണ്ട്. നമുക്കിത് ഇതിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു സൂപ്പ് ബോളിലേക്ക് മാറ്റാം അല്ലേ? അപ്പൊ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മള് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊറമാൻഡൽ സൂപ്പ് അല്ലേ, ഷെഫ് സ്പെഷ്യലാണ്. അപ്പോൾ വളരെ സ്പെഷ്യലാണ്, അതുപോലെ തന്നെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. തണുപ്പ് കാലത്തൊക്കെ അത്യാവശ്യം ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലേ? അപ്പോൾ സൂപ്പാണ്. അതെ, നമുക്കപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. കറി ലീവ്സ് ഒക്കെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തേക്കുന്നത് കറി ലീവ്സ് ഒന്നും എടുത്ത് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറി ലീവ്സ് എല്ലാവരും കളയാം എന്നുള്ള ചിന്താഗതിയാണ്. കറി ലീവ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. കറി ലീവ്സ് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ നമ്മളെല്ലാം പണ്ട് മുതലേ എടുത്ത് കളയുന്ന ഒരു അതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു എന്താ പറയാ, മറ്റേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പോൾ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഷെഫ്, താങ്ക് യു സോ മച്ച് നല്ലൊരു ഡിഷ് ഉണ്ടാക്കി തന്നതിന്. മൈഫിൻ TV പ്രസന്റ് ഈറ്റ് ഇന്ത്യ ഈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ ഒരു കിടിലൻ ഡിഷുമായി വീണ്ടും കാണാം.